2 വർഷം മുൻപാണ് ജിഗ്നേഷ് മാവ്ദിയ എന്ന യുവാവിനെ പറ്റി പെട്ടെന്നൊരു ദിവസം യാതൊരു വിവരവും ഇല്ലാതാകുന്നത്. സ്വാഭാവികമായും വിവാഹം കഴിഞ്ഞ ഒരു യുവാവിനെ പറ്റി പെട്ടെന്നൊരു വിവരവും ലഭിക്കാതെ വരുമ്പോൾ ആളുകൾ ആദ്യം അന്വേഷിക്കുക അയാളുടെ ഭാര്യയോട് തന്നെയായിരിക്കും. ഇവിടെ പലരും ജിഗ്നേഷിനെ പറ്റി ഭാര്യ പൃഥ്വിയോട് അന്വേഷിച്ചു. അപ്പോൾ അവർ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: ജിഗ്നേഷ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഓസ്ട്രേലിയയിലാണ്. അവിടെ ജോലി ചെയ്യുന്ന കമ്പനിയിൽ വലിയ തരത്തിലുള്ള ജോലി തിരക്കുകളുണ്ട്. കൂടാതെ അവിടെ വലിയ തരത്തിലുള്ള നിയന്ത്രണങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി തനിക്ക് പോലും ഇപ്പോൾ ബന്ധപ്പെടാൻ കഴിയുന്നില്ല. ഭാര്യയായ പൃഥ്വിയുടെ ഈ വിശദീകരണമാകട്ടെ എല്ലാവരും വിശ്വസിക്കുകയും ചെയ്തു. എന്നാൽ വർഷം 2 കഴിഞ്ഞിട്ടും സഹോദരനെ പറ്റി ഒരു വിവരവുമില്ലാതെ വന്നതോടെ ജിഗ്നേഷിന്റെ സഹോദരൻ അശോക് മാവ്ദിയയ്ക്ക് സംശയം തോന്നാൻ തുടങ്ങി. ആ ഇടയ്ക്ക് ജിഗ്നേഷിന്റെ ഒരു കസിൻ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ പദ്ധതിയിട്ടിരുന്നു. പൃഥ്വിയോട് അദ്ദേഹത്തെ കാണുന്നതിനായി അദ്ദേഹത്തിന്റെ ഓസ്ട്രേലിയൻ വിലാസവും ബന്ധപ്പെടാനുള്ള വിവരങ്ങളും ആവശ്യപ്പെട്ടതോടെയാണ് അവർ എന്തോ ഒളിപ്പിക്കുന്നുണ്ട് എന്ന സത്യം സഹോദരന് വ്യക്തമായത്. തുടർന്ന് അയാൾ പൃഥ്വിയെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങി. ആ അന്വേഷണത്തിൽ പൃഥ്വിക്ക് നീലേഷ് മൻസുഖ് ഭായ് കച്ചേതിയ എന്നയാളുമായി ബന്ധമുണ്ടായിരുന്നതായി അശോക് കണ്ടെത്തി. ആ സംശയമാണ് സഹോദരൻ കൊല്ലപ്പെട്ടിരിക്കാമെന്ന സംശയത്തിലേക്കും പിന്നീട് പരാതി നൽകുന്നതിലേക്കും സംഭവത്തിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതിലേക്കും വരെ കാര്യങ്ങൾ എത്തിച്ചത്. अशोक भाई माधवजी भाई मावदिया उन्होंने अर्जी की थी कि उनका भाई जिग्नेश जो पिछले 2 साल से लापता है, उसकी बारंबार उसकी पत्नी से पूछने पर वो बताती थी कि मेरा पति ऑस्ट्रेलिया गया है। जब उसका परिवार उसका संपर्क कांटेक्ट नंबर मांगता था तो उसका कहना था कि वो जिस कंपनी में काम करता है वहाँ फ़ोन पर बात करना अलाउ नहीं करते। कुछ समय बाद उनके काका के बेटे को ऑस्ट्रेलिया जाना था तो उन्होंने वापस उसकी वाइफ से उसका कांटेक्ट नंबर मांगा कि हम ऑस्ट्रेलिया जा रहे हैं, हमें हमारे भाई का कांटेक्ट नंबर दीजिए। उस समय उसकी वाइफ ने जब उन्होंने पुलिस की धमकी दी तो उसकी वाइफ ने बताया कि तुम्हारे भाई को मैंने 2 साल पहले मार दिया है। ജിഗ്നേഷിനെ പൃഥ്വിയും കാമുകനും ചേർന്ന് കൊന്നു കുഴിച്ചു മൂടിയത് ഇങ്ങനെയായിരുന്നു. നാട്ടിലെത്തിയ ജിഗ്നേഷിനെ മദ്യത്തിൽ സയനൈഡ് കലർത്തിയായിരുന്നു പൃഥ്വിയും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തിയത്. 2024 മെയ് 31 രാത്രിയിൽ പ്രതികൾ ജിഗ്നേഷിനെ പാർട്ടി നൽകാനെന്ന വ്യാജേന വിളിച്ചു വരുത്തിയാണ് കൊലപാതകം നടത്തിയത്. കൊലപാതക ശേഷം പൃഥ്വിയും കാമുകനും ബൽവീർ വർമ്മ എന്ന മറ്റൊരു സുഹൃത്തും ചേർന്ന് മൃതദേഹം ഡാരറ്റ് മേഖലയിലുള്ള ഒരു ഫാക്ടറിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവിടെ ഏകദേശം 15 അടി ആഴമുള്ള കുഴിയെടുത്ത് ആ കുഴിയിൽ ജിഗ്നേഷിനെ അടക്കം ചെയ്യുകയായിരുന്നു അന്നുണ്ടായത്. ജിഗ്നേഷിന്റെ കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് പോലീസും ഫോറൻസിക് വിദഗ്ധരും അടങ്ങുന്ന സംഘം സ്ഥലത്ത് പരിശോധന നടത്തുകയും മനുഷ്യന്റെ അസ്ഥികൂടവും മറ്റു നിർണായക തെളിവുകളും കണ്ടെത്തുകയും ചെയ്തു. മൃതദേഹാവശിഷ്ടങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനും ഫോറൻസിക് പരിശോധനയ്ക്കുമായി ജാംനഗറിലെ ജിജി ആശുപത്രിയിലേക്ക് അയച്ചിരിക്കുകയാണിപ്പോൾ. കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി പൃഥ്വി, കാമുകൻ നീലേഷ് കച്ചാടിയ, കൂട്ടാളി ബൽവീർ വർമ്മ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.